What's up people, welcome back to another vlog. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ Xpulse 200T അതായത് അവരുടെ ടൂറിംഗ് വേരിയൻ്റായ വണ്ടി ഓടിക്കാൻ ഞാൻ ഷോറൂമിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഷോറൂം പഴയ പോലെ തന്നെ നമ്മുടെ ഫോക്കസ് മനോരമ ജംഗ്ഷനിലുള്ള പനമ്പള്ളിയിൽ അവിടുത്തെ ഷോറൂമിലാണ് നമ്മൾ പോണത്. അപ്പോൾ നമുക്ക് നേരെ ഷോറൂമിൽ പോയി വണ്ടി എടുക്കാം. യെസ്, അപ്പോൾ ഞാൻ ഷോറൂം എത്തി, വണ്ടി പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഇതാണ് 200T, എൻ്റെ ഇപ്പോൾ ഉള്ള റെഡ് കളർ വണ്ടിയാണ്. അപ്പോൾ ഞാൻ വണ്ടിയുടെ ജസ്റ്റ് ഒരു പെട്ടെന്ന് ഒരു വണ്ടിയുടെ ചുറ്റുവട്ടം ഞാൻ കാണിച്ചു തരാം. റെഡ് കളറാണ് വണ്ടി, ടാങ്കും മഡ് ഗാർഡും മാത്രമേ റെഡ് ഉള്ളൂ, ബാക്കിയൊക്കെ ബ്ലാക്കാണ്. യെസ്, അപ്പോൾ നമുക്ക് വണ്ടി കയറിയിരിക്കാം. കയറി ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ വെയ്റ്റിനെ പറ്റി ഞാൻ പറയാം. ഇതിൻ്റെ വെയ്റ്റ് തന്നെ 150 kg ആണ് ഇതിൻ്റെ വെയ്റ്റ്. അതുകൂടാണ്ട് നമ്മുടെ സീറ്റ് ഹൈറ്റ് ആണെങ്കിൽ 799 mm ആണ്. എനിക്ക് ഫ്ലാറ്റ് ഫുട്ടാണ്, ശരിക്കും പറഞ്ഞാൽ എനിക്ക് കറക്റ്റ് ഫ്ലാറ്റ് ഫുട്ടാണ്. 799 mm ആണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് തന്നെ. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെ 177 mm, അതാണ് അതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. പിന്നെ ഇത് കാർബറേറ്റഡ് വേർഷനാണ് ഇപ്പോൾ എൻ്റെ കയ്യിരിക്കുന്നത്. കാർബ് മാത്രമേ ഉള്ളൂ ഇതിന്, കാർബറേറ്റഡ് വേർഷൻ മാത്രമേ ഉള്ളൂ 200Tക്ക്. ഇതിൻ്റെ ക്ലസ്റ്റർ മീറ്റർ ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം. എൻ്റെ walkaround വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ മേളിൽ ലിങ്ക് വരും, അത് ക്ലിക്ക് ചെയ്താൽ walkaround വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മീറ്റർ ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് ജസ്റ്റ് മീറ്റർ, നല്ലൊരു മീറ്ററാണ്, ചെറിയ മീറ്റർ, RPM മീറ്റർ, ഗിയർ, സ്പീഡ് ഉണ്ട്, ഫ്യൂവല്, പിന്നെ ഇവിടെ ട്രിപ്പ് 1, ട്രിപ്പ് 2, പിന്നെ ബ്ലൂടൂത്ത് ഉണ്ട്, പിന്നെ ഇക്കോ മോഡും. ഇതാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഉള്ളത് ഈ മീറ്ററിൽ. അപ്പോൾ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. വണ്ടിയുടെ സൗണ്ട് അത്ര ഒരു നോർമൽ ഒരു വണ്ടിയുടെ സൗണ്ടാണ്. ഹീറോയുടെ എല്ലാ വണ്ടിക്കും തന്നെ പോലത്തെ ഒരു നോർമൽ സൗണ്ടാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല അതിന്. അപ്പോൾ നമ്മൾ ഈ വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത് ഇതിൻ്റെ റൈഡിങ് പൊസിഷനാണ്. റൈഡിങ് പൊസിഷൻ അത്യാവശ്യം നല്ല അപ്രൈറ്റ് പൊസിഷനാണ് ഇതിന്. പൊസിഷൻ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പൊസിഷനാണ് ഇതിൻ്റെ. പിന്നെ നമ്മളെ ഹാൻഡിൽ ബാർ ആയാലും നല്ല വൈഡ് ഹാൻഡിൽ ബാർസാണ് ഇതിന്. പിന്നെ അതുകൂടാണ്ട് ഇതിൻ്റെ മിറേഴ്സ് നോക്കിയാലും നല്ല വൈഡ് മിറേഴ്സാണ് ഇതിന്. ഇപ്പോൾ മിറേഴ്സിനായാലും നമുക്ക് ബാക്കൊക്കെ നമുക്ക് നല്ല രീതിയിൽ ശരിക്കും കാണാൻ പറ്റുന്ന ടൈപ്പ് ഒരു മിററാണ് ഇതിന് ഉള്ളത്. നമ്മുടെ കാലൊക്കെ നല്ല രീതിയിൽ ടാങ്കിൻ്റെ അതേ ഷേപ്പിൽ നമുക്ക് സുഖമായിട്ട് ഇതിൻ്റെ അകത്തിരിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഫുഡ് പെക്സ് ആയാലും നമ്മളതിൽ ഇത്രയും കൂടെ ഫ്രണ്ടിലേക്കാണ് ഫുഡ് പെക്സ്. അപ്പോൾ അതും നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു റൈഡിങ് പൊസിഷനാണ് അതിൻ്റെ. പിന്നെ സീറ്റ് അത്ര സോഫ്റ്റർ സൈഡല്ല, ഇതിൻ്റെ ഇത്തിരി ഹാർഡ് സൈഡിലാണ് സീറ്റ്. ഇതൊരു ടൂറിങ് പേർപ്പസിനുള്ള വണ്ടിയായിട്ടാണ്. നമുക്ക് ഇത് ടൂറിങ്ങിനേക്കാളും എനിക്കിഷ്ടം ഇത് നമുക്ക് സിറ്റി റൈഡ്സ് ആയിരിക്കും. വണ്ടിൻ്റെ വെയ്റ്റ് 150 kg ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടി ഫ്ലിക്കബിൾ ആണ് നമുക്ക് ട്രാഫിക്കിലൊക്കെ. ഫ്രണ്ടിലത്തെ സസ്പെൻഷൻ 37 mm ടെലിസ്കോപ്പിക് സസ്പെൻഷനും ബാക്കിൽ 7 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ മോണോഷോക്കാണ്. ഇത് രണ്ടും അതിൻ്റെ പ്രവർത്തികൾ നല്ല രീതിയിൽ അത് ചെയ്യുന്നുണ്ട്. എല്ലാ ബംസ് ആയാലും വാഡ് റോഡ്സ് ആയാലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ ഡാമ്പിങ് നടക്കുന്നുണ്ട് ഇതിൻ്റെ അപ്പോൾ ഇതിൻ്റെ സെയിം എല്ലാ എക്സ്പൾസിൻ്റെ അതേ സീരീസിന് വന്ന സെയിം എഞ്ചിനാണ്. 199.6 cc എഞ്ചിനാണ് ഇതിന് വന്നേക്കണേ. അതിൻ്റെ പവർ വന്നത് 18.4 bhp, 8000 RPM ആൻഡ് 17.1 Nm ടോർക്ക്, 6500 RPM. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഫീല് അല്ലെങ്കിൽ ആ പവറിൻ്റെ ഒരു പഞ്ച് കിട്ടണമെങ്കിൽ നമുക്ക് ശരിക്കും ഒരു 4000 മുതൽ 5000 RPM കഴിയുമ്പോഴാണ് നമുക്കിതിൽ നിന്ന് ആ ഒരു പവറിൻ്റെ ആ ഒരു പഞ്ച് നമുക്ക് ചെറിയൊരു ഫീല് വന്നത് തന്നെ. പിന്നെ വണ്ടിയുടെ റെസ്പോൺസ് അത്യാവശ്യം നല്ല റെസ്പോൺസാണ്. ഇതിൻ്റെ മിഡ് റേഞ്ച് പെർഫോമൻസാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് തന്നെ. ഇതിൻ്റെ ലോ എൻഡിനേക്കാളും എനിക്കിഷ്ടം മിഡ് റേഞ്ച് പെർഫോമൻസാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് അടിപൊളിയായിട്ട് തോന്നി ഈ വണ്ടിക്ക്. നമുക്ക് പക്കാ ഒരു സിറ്റി കമ്മ്യൂട്ടർ ആട്ടോ ഈ വണ്ടി. നമുക്ക് സുഖമായിട്ട് സിറ്റിയിൽ ഓടിച്ച് കളിക്കാം, അതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ റൈഡിങ് പൊസിഷനായാലും നമുക്ക് ഒരു ഡിസ്കംഫേർട്ടും ഫീൽ ചെയ്യാത്ത ടൈപ്പ് റൈഡിങ് പൊസിഷനാണ് ഇതിൻ്റെ. പിന്നെ ഇതിൻ്റെ മീറ്ററിൻ്റെ നമുക്ക് വിസിബിലിറ്റി എന്ന് പറഞ്ഞാണല്ലോ, നമുക്ക് അത്യാവശ്യം ഡയറക്റ്റ് സൺലൈറ്റിൽ കുറച്ച് വിസിബിലിറ്റി കുറവാണ്. അത് ഡയറക്റ്റ് സൺലൈറ്റിന് മാത്രമേ പ്രശ്നമുള്ളൂ. നമുക്ക് ഈ ഉച്ച സമയത്തൊക്കെ കുറച്ച് വിസിബിലിറ്റി കുറയും, നമുക്ക് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അല്ലാത്ത സമയത്തൊക്കെ മീറ്ററിൻ്റെ കാര്യങ്ങളൊക്കെ കാണാൻ നമുക്കെല്ലാം നല്ല വൃത്തിക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നതാണ് ഇതിൻ്റെ. പിന്നെ ഇതിൻ്റെ മീറ്റർ ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു മീറ്ററാണ്. പുതിയ മീറ്റർ ആയതുകൊണ്ട് നല്ല അത്യാവശ്യം നമുക്ക് എല്ലാ ഇൻഫർമേഷനും, ഒരു ബേസിക് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് ഈ മീറ്ററിൽ നിന്ന്. വണ്ടിയുടെ നമുക്ക് ശരിക്കും എനിക്ക് ആ ഇനീഷ്യൽ ഫസ്റ്റ് ഗിയറിലെക്കാട്ടും എനിക്ക് കൂടുതൽ തോന്നണ
സെക്കൻഡ് ഗിയറിലും തേർഡ് ഗിയറിലുമാണ് എനിക്ക് ആ പവർ ശരിക്കും ഫീൽ ചെയ്യണേ. ഫസ്റ്റ് ഗിയറിൽ എനിക്ക് അത്ര പവർ ഫീൽ ചെയ്യണ്ടായില്ല, പക്ഷേ അതിൻ്റെ കറക്റ്റ് പവർ ഔട്ട്പുട്ട് നമുക്ക് ഒരു സെക്കൻഡും തേർഡ് ഗിയറിലാണ് എനിക്ക് ശരിക്കും ആ പവർ ഔട്ട്പുട്ട് ഫീൽ ചെയ്യണം. പിന്നെ ഇതൊരു ടൂറിങ് വണ്ടി ആയതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ പെർഫോമൻസ് മിഡ് റേഞ്ച് മാത്രമേ എനിക്ക് ഇഷ്ടപ്പെടുന്നുള്ളൂ. ടോപ്പ് എൻ്റെയൊക്കെ അത്ര അടിപൊളിയെന്നൊന്നും പറയാൻ പറ്റില്ല വണ്ടി. അത് ഞാനിപ്പോൾ 0 to 100 നിങ്ങളെ കാണിച്ചു തരാം. സ്പീഡ് കയറ്റണം 0 to 100 എത്രയിലാന്ന്. ആൻഡ് ഫ്രണ്ട് ബ്രേക്ക് ആൻഡ് ബാക്ക് ബ്രേക്സ് ഒക്കെ അടിപൊളിയാണ്. ഫ്രണ്ടിലത്തെ ബ്രേക്കിങ് നമുക്ക് ആ ABS ഉള്ളതുകൊണ്ട് തന്നെ 276mm ഡിസ്ക്കാണ് ഇതിന് പറ്റിയ ഒരു ബ്രേക്കിംഗ് സിസ്റ്റം തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു റെവ് മാച്ച് ചെയ്ത് ഗിയർ ഡൗൺ ചെയ്ത് ബ്രേക്കിംഗ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അത്രയും ഫ്രണ്ട് ബ്രേക്കും എൻജിൻ ബ്രേക്കിങ്ങും മാത്രം മതി ഈ വണ്ടി നിർത്താൻ. നമുക്ക് ബാക്ക് ബ്രേക്ക് അങ്ങനെ വളരെ റെയറായിട്ട് യൂസ് ചെയ്താൽ മതി. ഞാൻ അങ്ങനെയാണ് എൻ്റെ വണ്ടിയൊക്കെ ഓടിക്കുന്നത്. ഞാൻ കൂടുതലും എൻജിൻ ബ്രേക്കിങ്ങും ഫ്രണ്ട് ബ്രേക്കിലാണ് ഞാൻ പ്രിഫർ ചെയ്യണത്. പിന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ ഞാൻ ബാക്ക് ബ്രേക്ക് യൂസ് ചെയ്യാറുള്ളൂ. ഇതിൻ്റെ ടയർ വന്നത് ഫ്രണ്ടിലും ബാക്കിലും MRFൻ്റെ ടയറാണ്. ഫ്രണ്ടിൽ 100mm ആണ്, ഫ്രണ്ടിൽ 100ൻ്റെ ടയറാണ് വരുന്നത് 100, ബാക്കിൽ 130 ടയർ സൈസ് തന്നെ. ഇതിൻ്റെ വൈബ്രേഷൻ എനിക്ക് മെയിനായിട്ട് ഫീൽ ചെയ്യണത് നമ്മളൊരു 6000-7000 RPM ആകുമ്പോഴത്തേക്കും നമുക്ക് ഫുഡ് പെഗിൽ നിന്ന് പിന്നെ നല്ല വൈബ്രേഷൻ കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് മുകളിലേക്ക് പോകുമ്പോൾ പിന്നെ പയ്യെ ടാങ്കിൻ്റെ സൈഡിൽ നിന്നും അവിടെ നിന്നൊക്കെ നമുക്ക് വൈബ്രേഷൻ നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നു ഈ വണ്ടിയിൽ. ഹീറ്റിംഗ് ഇഷ്യൂ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒട്ടുമില്ല. ടയർ കൂളിൽ ഞാൻ 200cc എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഹീറ്റിംഗ് ഇഷ്യൂ ആയിട്ട് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇതിൽ നമുക്ക് ഓഫ് റോഡ് പോകാൻ പറ്റുമോയെന്ന് ചോദിച്ചാൽ അത്യാവശ്യം ചെറിയ ഓഫ് റോഡൊക്കെ നമുക്ക് ഇതായിട്ട് പോകാം കേട്ടോ. കാര്യം ഇതിൻ്റെ സസ്പെൻഷൻ ആയാലും അത്യാവശ്യം നല്ല ട്രാവലുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വണ്ടി നിർത്തിയേക്കാണ്. അപ്പോൾ നമുക്ക് കുറച്ച് സ്ട്രെയിറ്റ് റോഡ് ഇടുന്നുണ്ട്. അപ്പോൾ 0 to 100 നോക്കാം വണ്ടി എത്ര നേരം കൊണ്ട് കയറുമെന്ന്. യെസ്, അപ്പോൾ നിങ്ങൾ കണ്ടു 0 to 100 വണ്ടി കയറാൻ കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ മുകളിലേക്ക് പോകാനായാലും കുറച്ച് ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് വണ്ടി. നമുക്കത് വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നുന്നില്ല. കാര്യം ഇതിൻ്റെ ഒരു ക്രൂസിങ് സ്പീഡ് ഞാൻ വേണേൽ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ ഹൈവേയിലാണ്. അപ്പോൾ നമുക്കൊരു ക്രൂസിങ് സ്പീഡ് ഇതിൻ്റെ ഏകദേശം ഒരു 90-100 അതായിരിക്കും ഇതിൻ്റെ ബെസ്റ്റ് ക്രൂസിങ് സ്പീഡ്. അത്ര സ്മൂത്തായിട്ട് പോകാനാണെങ്കിൽ 80-90 ആയിരിക്കും ബെസ്റ്റ് ഇതിൻ്റെ ക്രൂസിങ് സ്പീഡ് ഞാൻ പ്രിഫർ ചെയ്യാം. നമുക്ക് വണ്ടീനെ അത്ര റെവ് ഔട്ട് ചെയ്യേണ്ട, നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സുഖമായിട്ട് ഓടിക്കാം. പിന്നെ ഇതിൻ്റെ ക്ലച്ച് ഫീൽ ഇതിൻ്റെ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലച്ചാട്ടോ. ഗിയർ ഷിഫ്റ്റിംഗ് ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗിയർ ഷിഫ്റ്റിംഗ് ആണ് ഇതിനുള്ളത്. ഇതിൻ്റെ സീറ്റ് പിന്നെ ഇത്രയും ഫ്രണ്ടിലേക്ക് വന്നേക്കണോണ്ട് നമുക്ക് നല്ല സുഖമായിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. നമുക്ക് അധികം നമ്മൾ ബ്രേക്ക് ഇടുമ്പോൾ അങ്ങനെ ഫ്രണ്ടിലേക്കൊന്നും കയറി പോകില്ല. അതൊക്കെ ഒരു നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ബൈക്കിൻ്റെ. യെസ്, അപ്പോൾ ഞാൻ ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞ് തിരിച്ച് വീടെത്തി. വണ്ടി ഓടിച്ചു. 200T ശരിക്കും നമുക്കൊരു ഹൈവേ ബൈക്ക് എന്ന് പറയാൻ പറ്റും എന്ന് തോന്നുന്നില്ല. പക്ഷേ ഒരു സിറ്റി ബൈക്ക് എന്ന് പറയാൻ അടിപൊളി വണ്ടിയാണ്. നമുക്ക് അത്യാവശ്യം സിറ്റി പേർപ്പസ് ആയാലും എല്ലാ കാര്യങ്ങളും നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാം. അപ്പോൾ യെസ്, അതായത് എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. പ്ലീസ് ഷെയർ യുവർ തോട്ട്സ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ ബിലോ. സൈൻ ഓഫ് ചെയ്യണം മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം കൊച്ചി മച്ചാൻ. ബൈ.